Good morning, students. At the university question, solve using the method of variation of parameters y double dash plus y is equal to cosec x. July 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ചതാണ്. ഈ ഒരു പ്രോബ്ലം നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് ഏതാണ്? മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റേഴ്സ്. അപ്പോൾ y എന്ന് പറയുന്നത് ഇതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നതായിരിക്കും yc പ്ലസ് yp. ഇതായിരിക്കും ഇതിന്റെ സൊല്യൂഷൻ. അപ്പൊ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആദ്യം yc കണ്ടുപിടിക്കാം. ടു ഫൈൻഡ് yc. yc കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് y ഡബിൾ ഡാഷ് പ്ലസ് y is equal to 0 കൊടുക്കുക. y double dash plus y is equal to 0. Then write the actual equation. Actual equation എഴുതുമ്പോൾ y double dash ആണെങ്കിൽ x square, y ആണെങ്കിൽ 1 is equal to 0. അപ്പോൾ m square സമയത്ത് കിട്ടും -1, m is equal to കിട്ടും plus or minus 9. Therefore, roots are in the form of alpha plus or minus I beta. Alpha plus or minus I beta ഫോമിൽ ആണെങ്കിൽ alpha plus or minus I beta ഫോമിൽ ആണെങ്കിൽ yc കാണാനുള്ള ഫോർമുല e raised to alpha x c1 cos beta x plus c2 sin beta x. ഇതാണ് ആ ഫോർമുല. ആ ഫോർമുലയാണ് നമ്മളോട് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. yc is equal to, ഇവിടെ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? പ്ലസ് ഓർ മൈനസ് ഐ എന്ന് പറഞ്ഞാൽ 0 പ്ലസ് ഓർ മൈനസ് ഐ ആണ്. അപ്പൊ ആൽഫയുടെ സ്ഥാനം 0 ആണ്. അപ്പൊ e raised to 0x c1 cos x plus c2 sin x. ബീറ്റയുടെ സ്ഥാനത്ത് 1 കൊടുക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? yc is equal to c1 cos x plus c2 sin x. അപ്പോ ഈ ഒരു പ്രോബ്ലത്തിന്റെ ഒരു പാർട്ട് നമുക്ക് കിട്ടി. yc-യുടെ ആൻസർ c1 cos x plus c2 sin x. ഇനി അടുത്ത സ്റ്റേജിൽ ചെയ്യേണ്ടത് നമുക്ക് yp കണ്ടുപിടിക്കണം. yp കണ്ടുപിടിക്കാനായിട്ട് അടുത്ത സ്റ്റേജില് ടു ഫൈൻഡ് yp കണ്ടുപിടിക്കാൻ ആദ്യം w കണ്ടുപിടിക്കണം. w കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ കൊടുക്കേണ്ട ഫോർമുല ഏതാണ്? y1 y2 y1 dash y2 dash. y1 എന്ന് പറയുന്നത് എന്താണ്? cos x. c1 ന്റെ കോഎഫിഷ്യന്റ് ആണ് cos x. y2 എന്ന് പറയുന്നത് c2 ന്റെ കോഎഫിഷ്യന്റ് ആണ് sin x. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? y1 എന്ന് പറയുന്നത് cos x, y2 എന്ന് പറയുന്നത് sin x. y1 dash എന്ന് പറയുന്നത് എന്താണ്? cos x ന്റെ ഡിഫറൻസിയേഷൻ മൈനസ് sin x. y2 എന്ന് പറഞ്ഞാൽ എന്താണ്? sin x. sin x ന്റെ ഡിഫറൻഷ്യൽ എന്താണ്? cos x. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ cos square x മൈനസ് പറയുമ്പോൾ പ്ലസ് x square x that is equal to 1. അപ്പോ w എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 1. അപ്പൊ w is equal to 1 കിട്ടി. y1 cos x ആണ്, y2 sin x ആണ്. റൈറ്റ് ഹാൻഡ് സൈഡ് r of x എന്ന് പറയുന്നത് എന്താണ്? cosec x ആണ്. അപ്പൊ y1 y2 r of x w എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫോർമുല എടുക്കാം. yp കാണാനുള്ള ഫോർമുല. അടുത്ത yp കാണാനുള്ള ഫോർമുല എടുക്കാം. എന്താണ് yp കാണാനുള്ള ഫോർമുല? ഇവിടെ w is equal to 1 കൂടെ എഴുതി വെക്കാം. w is equal to 1. അപ്പൊ yp കാണാനുള്ള എല്ലാ ചേരുവകളും കിട്ടിയിട്ടുണ്ട്. ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തും. yp കാണാനുള്ള ഫോർമുല yp is equal to minus y1 integral y2 r of x by w dx plus y2 into integral y1 r of x by w. ഇതാണ് ആ ഫോർമുല. ആ ഫോർമുലയിലേക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. y1 എത്രയാണ്? y1 cos x minus cos x integral y2 എത്രയാണ്? sin x. r of x എത്രയാണ്? cosec x. w എത്രയാണ്? 1 plus y2 എത്രയാണ്? sin x integral y1 എത്രയാണ്? cos x. r of x എത്രയാണ്? cosec x dx divided by that is minus cos x into ഇവിടെ sin x into cosec x. cosec x എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by sin x ആണ്. അപ്പൊ sin x ക്യാൻസൽ ചെയ്തിട്ട് ഇന്റഗ്രൽ dx പ്ലസ് sin x into ഇവിടെ cos x by sin x. cos x by sin x എന്ന് പറഞ്ഞാൽ എന്താണ്? cot x. cosec x നെ 1 by sin x എഴുതാം. അപ്പൊ cos x by sin x കിട്ടും. cos x by sin x ആണ് cot x ആണ്. ഇന്റഗ്രൽ cot x. അപ്പൊ ഇന്റഗ്രൽ മൈനസ് cos x into ഇവിടെ ഇന്റഗ്രൽ dx എന്നാണ് x പ്ലസ് sin x into ഇന്റഗ്രൽ cot x എന്താണ്? log sin x. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ മൈനസ് x cos x പ്ലസ് sin x into log sin x.
ഇതാണ് നമ്മുടെ YP. അപ്പൊ നേരത്തെ നമുക്ക് YC കിട്ടി. Therefore Y is equal to എന്താണ്? YC plus YP. അപ്പൊ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ നമുക്ക് കിട്ടി Y is equal to YC plus YP എന്ന് കിട്ടി. അപ്പൊ ഈ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്തു? YC കണ്ടുപിടിച്ചു. YC കണ്ടുപിടിക്കാൻ എന്ത് ചെയ്തു? റൈറ്റ് ആൻസർ പാർട്ട് ഈക്വൽ 0 ആക്കി വെച്ചിട്ട് നമ്മൾ YC കണ്ടുപിടിച്ചു. ഇവിടെ YC കിട്ടിയത് എത്രയാണ്? നമുക്ക് പ്ലസ് ഓർ മൈനസ് I എന്നാണ് കിട്ടിയത് അല്ലെ. പ്ലസ് ഓർ മൈനസ് I ആകുമ്പോ റൂട്ട്സ് ആർ ഇൻ ദ ഫോം ഓഫ് ആൽഫ പ്ലസ് ഓർ മൈനസ് I ബീറ്റ. ആൽഫയുടെ സ്ഥാനത്ത് 0, ബീറ്റയുടെ സ്ഥാനത്ത് 1. അപ്പൊ നമ്മൾ അതിന്റെ സൊല്യൂഷൻ എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം: e raised to alpha x c1 cos beta x plus c2 sin beta x. ആൽഫയ്ക്കും ബീറ്റയ്ക്കും ആര് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു? അപ്പൊ നമുക്ക് എന്ത് ആൻസർ കിട്ടാം? c1 cos x അല്ലെ. c1 cos x plus c2 sin x. അതിലെ c1 ന്റെ കോഎഫിഷ്യന്റ് y1 എന്ന് എടുക്കുന്നു, c2 ന്റെ കോഎഫിഷ്യന്റ് y2 എന്ന് എടുക്കുന്നു. അപ്പൊ c1 കിട്ടി, c2 കിട്ടി. ഇനി നമ്മൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? W കണ്ടുപിടിക്കണം. റോൺസ്കിയൻ കോൺസ്റ്റന്റ് കണ്ടുപിടിക്കണം. അതിന്റെ ഫോർമുല എന്താണ്? ഡിറ്റർമിനന്റ് y1 y2 y1 ഡാഷ് y2 ഡാഷ്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വരുമ്പോ അത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോ W വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1. അപ്പൊ W നമുക്ക് കിട്ടി, y1 നമുക്ക് കിട്ടി, y2 നമുക്ക് കിട്ടി. R of x എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഫംഗ്ഷൻ. ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഫോർമുല എടുക്കാം. YP കാണാനുള്ള ഫോർമുല എന്താണ്? മൈനസ് y1 ഇന്റഗ്രൽ y2 R of x by W dx പ്ലസ് ഇന്റഗ്രൽ പ്ലസ് y2 ഇൻറ്റു അല്ലെ. രണ്ടാമത്തെ കേസിൽ y2 ഇന്റഗ്രൽ ഓഫ് y1 R of x dx by W dx. ഈ ഫോർമുലയിലേക്ക് നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം കൊടുക്കുക അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താണ്? മൈനസ് എക്സ് കോസ് എക്സ് പ്ലസ് സൈൻ എക്സ് ഇൻറ്റു ലോഗ് സൈൻ എക്സ്. ഇതാണ് YP. YC നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, YC ഇപ്പോൾ കിട്ടി. ഈ YCയും YPയും കൂടി ചേർത്ത് വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് Y. That is Y is equal to YC plus YP. ഇതാണ് ഈ പ്രോബ്ലത്തിന്റെ ഈ ഡിഫറൻഷിയേഷന്റെ സൊല്യൂഷൻ. ഇത് ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് നിങ്ങളോട് ചോദിച്ചതാണ്. 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ജൂലൈ 2021 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടി ചോദിച്ച ചോദ്യം. എല്ലാവരും നോട്ട് ചെയ്തിട്ട്